ചേട്ടാ, കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ 40 വയസ്സുകാരിയായ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ആത്മഹത്യക്ക് കാരണമായി ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തുന്നു. അതിൽ പരിശോധന നടത്തുമ്പോൾ അറിയുന്നത് ഇവർ കഴിഞ്ഞ ദിവസം ഒരു ആൺ സുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ പ്രദേശത്തെ SDPI പ്രവർത്തകർ ഇവരെ തടഞ്ഞു വെക്കുകയും തുടർന്നൊരു സദാചാര വിചാരണ നടത്തുകയും അതിൽ മനംനൊന്താണ് ഇവരുടെ ആത്മഹത്യയുമെന്നാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ? സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായലോട് പറമ്പായിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മരിച്ചയാളുടെ പേര് റസീന 40 വയസ്സ്. ഈ സ്ത്രീ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് അവിടെ അച്ചങ്കര പള്ളിക്ക് സമീപം ഒരു കാറിനരികിൽ ഇവരുടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആൺ സുഹൃത്തിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്തുന്ന VC മുബഷീർ, KA ഫൈസൽ, VK റഹ്നാസ് 3 പേര് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ 3 പേരും ചേർന്ന് നീ എന്തിനാണ് ഈ പുരുഷനോട് സംസാരിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതവിടെ നടന്നിട്ടുള്ള സംഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പറയുന്നത് എന്താ പറയുക കണ്ടുപിടിച്ച് പറയുന്നതല്ല, പോലീസിൻ്റെ FIRലുള്ള സാധനമാണ്. അപ്പോൾ ഇവർ അവിടെ ചോദ്യം ചെയ്തു ഈ സ്ത്രീയെയും അതുപോലെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും. തുടർന്ന് ഇയാളെ അവിടുത്തെ ഒരു മൈതാനത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഈ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അയാളെ മർദ്ദിച്ചു. അയാൾക്ക് അവിടെ വെച്ച് ഈ 3 അംഗ സംഘത്തിൻ്റെ മർദ്ദനമേറ്റു. അത് ഏകദേശം രാത്രി 8:30 വരെ തുടർന്നു. വൈകിട്ട് ഏതാണ്ട് 3:30 കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ സ്ത്രീയെ തിരിച്ച് പറഞ്ഞു വിട്ടു, വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇതിനുശേഷം അയാളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോവുകയും മൈതാനത്ത് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ 3 അംഗ സംഘം ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു. അയാളൊരു വിക്ടിം ആയതുകൊണ്ട് അയാളുടെ പേര് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയ ഇയാളെ അവിടുത്തെ SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോകുന്നത് 8:30, രാത്രി 8:30, 3:30 പിടിച്ചുകൊണ്ട് പോകുന്നു. രാത്രി 8:30 മൈതാനത്ത് നിന്ന് SDPIയുടെ ഓഫീസിലെത്തിക്കുന്നു. ഇയാളുടെ ഫോണും ടാബും എല്ലാം ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം അവിടെ ഇയാളൊരു മയ്യിൽ സ്വദേശിയാണ്, മയ്യിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇയാളെ അവിടെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ അതിനുശേഷം ഈ SDPI ഓഫീസിലെത്തിച്ച് ഇയാളെ വീണ്ടും വിചാരണ നടത്തി ഇയാളുടെ ടാബും ഫോണും അവരവിടെ പിടിച്ചു വെച്ചു. ഇതുകൂടാതെ ഇയാളുടെ ബന്ധുക്കളെ അവിടേക്ക് വിളിച്ചു വരുത്തി, റിലേറ്റീവ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഈ റസീനയുടെ ബന്ധുക്കളെയും അവിടേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം ബന്ധുക്കളെ പറഞ്ഞു വിട്ടു. അതായത് വിചാരണയ്ക്ക് ശേഷം ബന്ധുക്കളോടെ മൊഴിയെടുക്കുക എന്ന് പറയില്ലേ, പോലീസ് സ്റ്റേഷനിലൊക്കെ സാക്ഷി മൊഴി എടുക്കുക എന്നുള്ള രീതിയിൽ ഇവരുടെ മൊഴിയെടുത്തു. അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതിന് ശേഷമാണ് ഈ യുവാവിനെ, ഈ ആൺ സുഹൃത്തിനെ പറഞ്ഞു വിട്ടപ്പോൾ ഇയാളുടെ ടാബും മൊബൈൽ ഫോണും ഒന്നും തിരികെ കൊടുത്തതുമില്ല. അത് കഴിഞ്ഞ് ഇത് അവിടെ ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഒരു ചർച്ച അവിടെ വ്യാപിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അപ്പോൾ അത് കാട്ടുതീ പോലെ പടരും. സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് കാട്ടുതീ പോലെ പടർന്നു. ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് ഒട്ടനവധി ആളുകൾ ഈ കഥ അറിയുന്ന രീതിയിലേക്കെത്തി. ഇതൊരു ആൾക്കൂട്ട വിചാരണ ആണ് നടന്നത്. അങ്ങനെ ചൊവ്വാഴ്ച വൈകുന്നേരം ഈ സ്ത്രീ ഇവരുടെ വീട്ടിൽ തൂങ്ങി മരിച്ചു. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഈ VC മുബഷീർ, KA ഫൈസൽ, VK റഹ്നാസ് 3 പേരുടെയും പേരുകളുണ്ട്. ആത്മഹത്യയ്ക്ക് ശേഷം സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇവരുടെ സൂയിസൈഡ് നോട്ട് അത് കണ്ടെത്തി. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഈ മരണമൊഴിക്ക് തുല്യമാണ് സൂയിസൈഡ് നോട്ട്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരിശോധിച്ച ശേഷം ഈ 3 പേരെയും പിടികൂടി. ആത്മഹത്യാ പ്രേരണാ കുറ്റം, അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണ, ഈ 2 കാര്യങ്ങൾക്കായി ഈ 3 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർ 3 പേരും SDPIയുടെ സജീവ പ്രവർത്തകരാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, സ്ഥലത്ത് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇന്ന് സംസാരിച്ചാൽ, അതും വൈകിട്ട് 3 മണിക്ക് അവിടെ നിന്ന് സംസാരിച്ചാൽ എന്താണ് പ്രശ്നം? ഇത്രയും വലിയ നാട് കത്തുന്ന ഒരു വിഷയമായി ഇത് മാറി തുടങ്ങിയോ എന്നുള്ളതാണ്. പകലല്ല രാത്രി ആയിക്കോട്ടെ, രാത്രിയിലായാലും എന്താ,
അവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് തെറ്റ്? ഇതിനു മുമ്പ് നമ്മൾ മലപ്പുറം എടവണ്ണയിൽ നിന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തായിരുന്നു. എടവണ്ണയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, എടവണ്ണ ബസ് സ്റ്റാൻഡിൽ 2 പേര് നിൽക്കുന്നു. ഒരു സ്ത്രീയും ഒരു യുവതിയും ഒരു യുവാവും 2 പേര് നിൽക്കുന്നു. ഈ 2 പേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. ഈ യുവാവിനെ ബസ് സ്റ്റാൻഡിലിട്ട് മർദ്ദിച്ചു. ആൾക്കൂട്ടം അവിടെ നിന്ന കുറച്ച് പേര് അനങ്ങാതെ നിൽക്കുകയും ചെയ്തു. മർദ്ദിച്ചത് 7 പേര് ചേർന്നാണ് യുവാവിനെ മർദ്ദിച്ചത്. അപ്പോൾ മർദ്ദിച്ച് അയാളെ അവശനാക്കി. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഒരു ബോർഡ് ഉയർന്നു. ബസ് സ്റ്റാൻഡ് ആഭാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയാണെങ്കിൽ കൈകാര്യം ചെയ്യും. ജനകീയ സമിതി എന്നാണ് അതിൻ്റെ പേര്. ആഭാസ പ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ഇവിടെ വിദ്യാർത്ഥികൾ നിൽക്കാൻ പാടില്ല. ഇതാണ് ഈ വെച്ചിരിക്കുന്ന ഫ്ലക്സിലുള്ളത്. ഇതിൽ പോലീസ് അന്വേഷണം നടത്തി. ആരാണ് മർദ്ദനമേറ്റ യുവാവ്? ആരാണ് കൂടെ ഉണ്ടായിരുന്ന യുവതി? മർദ്ദനമേറ്റ ആളെന്ന് പറയുന്നത് ഈ യുവതിയുടെ സഹോദരനാണ്, സ്വന്തം സഹോദരൻ. ഞാൻ പറയുന്നത് പോലീസ് ഇടപെട്ട് ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റിയ കേസാണ്, എടവണ്ണയിൽ നടത്തിയ. അതിന് പുറമെ അവിടെ രണ്ടാമതൊരു ബോർഡ് കൂടി വരണം. നിങ്ങളുടെ മക്കളുടെ ഫോണുകൾ എടുത്ത് പരിശോധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇതിനെതിരെ ഒരു ബോർഡ് ഉയർന്നു. വൈകിട്ട് 7 മണി വരെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ വരെ അനുവദിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫ്ലക്സ് ബോർഡും വന്നത്. 2 ബോർഡുകളും ഈ സംഭവത്തിന് ശേഷം അതൊരു പ്രശ്നമായി മാറും എന്നുള്ള രീതിയിൽ അന്ന് പോലീസ് അത് എടുത്തു മാറ്റി. അന്ന് അതിൽ പിടിയിലായത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളടക്കമാണ്. വളരെ പ്രധാനപ്പെട്ട പ്രാദേശികമായിട്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, പ്രാദേശിക നേതാക്കളടക്കമാണ് കേസിലെ പ്രതിയായത്. മർദ്ദനമേറ്റ യുവാവും മർദ്ദിച്ച ഇവരും തമ്മിൽ ഏകദേശം ഇരട്ടിയിലധികം പ്രായമുണ്ട്. ആ യുവാവിൻ്റെ ഇരട്ടിയിലധികം പ്രായം മർദ്ദിച്ചവർക്കുണ്ട്. ഇവർ പറയുന്നൊരു കാര്യം, അവിടെ ഒരു യുവതിയും യുവാവും സംസാരിച്ചു. അവസാനം പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ സഹോദരനും സഹോദരിയുമാണ്. എന്താണ് ഈ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇവിടെ സംസാരിക്കുന്നതിന് എന്താ പ്രശ്നം? എന്താണ് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം? എന്താ ഇവിടെ നിന്ന് വല്ല ഭൂമി വല്ലതും പിളർന്നു പോകും? അവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ എന്ത് പറയും നിങ്ങൾ? പ്രകൃതി വിരുദ്ധം എന്ന് പറയും. അങ്ങനെ പറയേണ്ടതാണ്. ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയും പറയാം. ഒരു 2 പുരുഷന്മാരാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതെങ്കിൽ പ്രകൃതി വിരുദ്ധമാണെന്ന് ഇവർക്ക് പറയേണ്ടി വരും. ഇവരുടെ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. തലമുറ മാറ്റം നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. തലമുറ മാറ്റം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചവറ്റുകുട്ടയിൽ എറിയപ്പെടും. സംശയമില്ലാത്ത കാര്യമാണ്. തലമുറ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണം. ഇപ്പം നമ്മളെക്കാൾ ഒരു തലമുറയ്ക്ക് പിന്നിലുള്ള ഈ വിദ്യാർത്ഥികളായിട്ടും അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആൾക്കാർ അവർ ഇടപഴകുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും, നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും. കാലം മാറിയേ, കാലം നല്ല രീതിയിൽ മാറി. ഇനിയിപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരും തിരിച്ച് ചോദ്യം ചെയ്യും. ഇതൊരു സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കും. ഇത് കാലം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമെന്നേ. അതിനനുസരിച്ച് നമ്മളും സഞ്ചരിക്കണം. നമ്മളതിനെ എങ്ങനെ സദാചാര ബോധത്തോടെ നോക്കിക്കാണുക. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഒരു വീട്ടമ്മയാണ് ഇവർ, റസീന. ആയിക്കോട്ടെ, അതിനെന്താ? ഒരു വീട്ടമ്മയ്ക്ക് എന്താ മറ്റൊരു പുരുഷനോട് സംസാരിച്ചൂടെ? അതോ ഇവരെ എല്ലാ കാലത്തും കൊണ്ടുപോയി ഇരുമ്പഴിക്കുള്ളിൽ കേട്ടോ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്നവരെ പിടിച്ച് അകത്ത് പൂട്ടിയിടണോ? ആരോടും മിണ്ടാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ പ്രശ്നം. എന്നിട്ട് അല്ലേ തന്നെ ഇവരാരാണ് ഇത് ചോദ്യം ചെയ്യാൻ? എങ്കിൽ പിന്നെ നിങ്ങൾ നാളെ ഒരു യൂണിഫോം ഇട്ട് ഇറങ്ങുന്നേ. നിങ്ങൾ നാളെ ഒരു യൂണിഫോം ഇട്ട് കാര്യമായി ഇതിനകത്തൊക്കെ ഇടപെട്. സദാചാരം സംരക്ഷിക്കാൻ മോറൽ പോലീസിങ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു യുവതിയും ഒരു യുവാവും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് ഇന്ന് ഒരു പൊതുസ്ഥലത്ത് സംസാരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അല്ലെങ്കിൽ BNS പോലും ഒരു തെറ്റാണെന്ന് ആരും പറയുന്നില്ല. ഇതൊരു എന്താ പറയുക, സാക്ഷര കേരളം എന്നല്ലേ പറയുന്നത്. സാക്ഷര കേരളത്തിൽ വളരെ
പുരോഗമനപരമാണെന്ന് പറയുന്ന ഒരു നാടാണത്. പുരോഗമനപരമായി നിൽക്കുന്ന ഒരു നാടാണ്. ആ നാട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്, CM-ന്റെ മണ്ഡലമാണ്. അതിൽ ഞാൻ പറഞ്ഞു, പുരോഗമനപരമായി ചിന്തിക്കുന്ന, വിപ്ലവകരമായി ചിന്തിക്കുന്ന ആളുകൾ ഉള്ള ഒരു നാടാണ്. ആ നാട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരൻ ഇക്കാര്യത്തിലോട് പ്രതികരിക്കേണ്ടത്. ഇത്തരക്കാരെയൊന്നും അവിടെ അനുവദിക്കാൻ പാടില്ല. ഇത്തരക്കാരൊക്കെ വളർന്നു വരികയാണെങ്കിൽ, ഇത്തരക്കാർക്ക് അനുവാദം കൊടുക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥ ആ നാടിനുണ്ടാവും. ഇത്തരക്കാരെ അനുവദിക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇവരെ പിടിച്ചു കൊണ്ടുവന്ന് ഈ കൊച്ചിയിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? കൊച്ചിയിലങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഒരു അവസ്ഥ? ഒന്നുകിൽ ഇവർക്ക് വട്ടായി പോവും, അല്ലെങ്കിൽ ഇവരുടെ നാട്ടിൽ നിന്ന് പിന്നെ ആരെയും കൊച്ചിയിലേക്ക് വിടില്ല. കുടുംബത്തിൽ പിറന്നവർക്ക് ജീവിക്കാൻ പറ്റുന്ന നാടാണെന്ന് പറഞ്ഞു കളയും. ഇത് എല്ലാ നാട്ടിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. വിശാലമായ മനസ്സോടെ ഇത്തരം കാര്യങ്ങൾ. അതെ, നമ്മുടെ ഒരു തലമുറ മാറുമ്പോൾ ആ ഒരു തലമുറ മാറി എന്നുള്ളതിന് മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട ഏതാണ്? നമ്മുടെ തലമുറ മാറി, അടുത്ത തലമുറ വന്നിരിക്കുന്നു, അവരുടെ കാലമാണിത്. അതിനെ ആ രീതിയിൽ കാണുക. പക്ഷെ ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരുടെ പ്രായം നോക്കുക. 23, 25 വയസ്സുകളേ ഉള്ളൂ. ആ ഒരു പ്രായത്തിലേ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോഴും ഇവരുടെ തല നരയ്ക്കുന്നതിന് മുമ്പേ ഇവർ നരച്ചു കഴിഞ്ഞു. ഇവരുടെ മനസ്സ് നരച്ചു. വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വാർദ്ധക്യത്തിലുള്ളവർ പോലും ഇപ്പോൾ എന്താ പറയുക, പ്രോഗ്രസീവായിട്ടാണ് ചിന്തിക്കുന്നത്. കണ്ണടക്കുകയോ അടയ്ക്കാതിരിക്കുകയോ, നമ്മൾ അതിനൊപ്പം ഒഴുകാൻ തയ്യാറാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നമ്മൾ അതിനൊപ്പം ഒഴുകണം. അതിനൊപ്പം ഒഴുകിയാൽ മതി. അപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ യുവാക്കളോടത്തൊക്കെ സംസാരിക്കും. കാര്യം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഇവരിൽ നിന്ന്. നമുക്ക് അറിയാൻ പറ്റുന്ന, നമ്മൾ അപ്ഡേറ്റ് ആവുക എന്ന് പറയുന്നത് ഇത്തരം സൗഹൃദങ്ങളുള്ളപ്പോഴാണ്. അത്തരത്തിലുള്ള ആളുകൾ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് നല്ല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചിലരൊക്കെ നമ്മളെ കളിയാക്കുകയും ചെയ്യും. ഫേസ്ബുക്കിൽ നിന്ന് ആരോ ഒഴുകിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലേക്ക്. പൊതുവെ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അമ്മാവന്മാരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റുള്ള ആളുകളുമാണെന്നാണ്. ഇടയ്ക്ക് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഒരു സിനിമാ നടിയുടെയൊക്കെ പോസ്റ്റിന് താഴെ ഒരു നിങ്ങൾ കൃത്യമായ വസ്ത്രധാരണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു വന്ന അയാൾ അമ്മാവനായി. അല്ല, അതല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോഴും ഈ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തുടച്ചു മാറ്റപ്പെടും. കാലത്തിനൊപ്പം സഞ്ചരിക്കാത്ത ഒന്നിനെയും ഈ ഭൂമി നിലനിർത്തിയിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് മുബഷീറിനോടും ഫൈസലിനോടും ഒക്കെ പറയാനുള്ളത്. നിങ്ങൾ ഒരാളെ പിടിച്ചുകൊണ്ട് ആ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകാൻ അതെന്താ പോലീസ് സ്റ്റേഷനോ? അത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ, SDP ഓഫീസല്ലേ. SDP ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആക്കിയോന്ന് എനിക്കറിയില്ല ഇതുവരെ. ഞാൻ ആക്കുമോന്നും അറിയില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ, ഇതാണ് ഞങ്ങളുടെ നിയമസഭ, ഇതാണ് ഞങ്ങളുടെ നിയമങ്ങളെല്ലാം എഴുതുന്നത് ഞങ്ങളാണ്. ഒത്തുതീർപ്പാക്കുന്ന ഇടവും നിയമങ്ങൾ എഴുതുന്നതും കുറേ അലിഖിത കാര്യങ്ങൾ ഇവരുടെ ഇടയിലുണ്ട്. ഇവരെന്നല്ല, ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുടെ ഇടയിലുണ്ട്. എപ്പോഴും ഇതിനെ തെറ്റായി കണ്ടുകൊണ്ടേയിരിക്കും. അവരുടേതായിട്ടുള്ള കുറേ ശരികളുണ്ട്. ഞാനൊരിക്കലും ഒരു ബസ്സിൽ കണ്ടു അത്തരത്തിലൊരാളെ. ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ആർക്കും ആ യുവതിയും യുവാവും ബാക്ക് സീറ്റിലിരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതിൽ നിൽക്കുന്ന ഒരാൾക്കാണ് പ്രശ്നം. അയാൾക്ക് വലിയ പ്രശ്നം. അയാൾ അതിനെ 2 വിഭാഗമായി കാണുകയാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും നാടുകളിൽ നിന്ന് അതിൽ 2 പേരും നമ്മുടെ ആ ദൃശ്യത്തിൽ തന്നെ നമ്മളവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും 2 പേരും 2 മതവിഭാഗമാണെന്ന് മനസ്സിലാവും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇദ്ദേഹം വളരെയധികം ഷൗട്ട് ചെയ്യാണ്. ബസ്സിൽ കിടന്ന് തുള്ളുന്നു, ബസ്സിൽ കിടന്ന് ബഹളമുണ്ടാക്കുന്നു. അവിടെ ഇരിക്കുന്ന ആ ഒരു KSRTC ബസ്സാകുമ്പോൾ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഈ കണ്ടക്ടർക്കാണ്. അദ്ദേഹത്തിനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന് പരാതിയില്ല. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആർക്കും പരാതിയില്ല. അദ്ദേഹത്തിന് മാത്രം. അതായത് ഈ കണ്ടക്ടറുടെ നേരെ ബാക്ക് സീറ്റിൽ ഒരു യുവതിയും ഒരു യുവാവും ഇരിപ്പുണ്ട്. അവരെ കണ്ടാൽ 2 മതവിഭാഗമാണെന്ന് മനസ്സിലാവും. ഇദ്ദേഹം അവിടെ വയലൻ്റ് ആവുകയാണ്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇദ്ദേഹം ആരെയൊക്കെയോ വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ സ്ഥലം ചോദിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബാക്കിയുള്ളവർ ഇടപെട്ടുകൊണ്ട് താങ്കൾക്ക് എന്ത് വേണമെന്നുള്ള ചോദ്യം ചോദിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും, തേടിയെത്തും. അത് വൈകാതെ ഇങ്ങനെ ഇതിനോടൊക്കെ എതിർപ്പുള്ള കുറേ ആളുകൾ നിങ്ങളെക്കാൾ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ന്യൂനപക്ഷവും മറ്റുള്ളവർ ഭൂരിപക്ഷവും ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തെ ന്യൂനപക്ഷത്തിന് അംഗീകരിക്കേണ്ടി വരും. അതാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇപ്പോഴും മാറാതെ നിൽക്കുകയാണെങ്കിൽ കാലം നിങ്ങളെ മാറ്റിയെടുക്കും, അല്ലെങ്കിൽ തുടച്ചു മാറ്റപ്പെടും. ശരി.